വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഓണമൊക്കെ വരാൻ പോവല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണക്കൂടിയൊക്കെ എടുത്ത് കാണുമല്ലോ. ഈ മാസം 8-ാം തീയതിയാണ് ഓണം, മറന്നോ? ഇല്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാരും സദ്യയുടെ കൂടെ ഉറപ്പായി ഉണ്ടാക്കുന്ന സാധനമായ ബീട്രൂട്ട് പച്ചടി. അപ്പൊ ബീട്രൂട്ട് പച്ചടി എന്തൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് 2 ചെറിയ ബീട്രൂട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കപ്പ് തൈര് പുളിയില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അരപ്പിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. 1 തേങ്ങയുടെ പാതി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ജീരകം, 1 പച്ചമുളക്. ഇതിന് നമുക്ക് കടുക് താളിക്കാനുള്ള സാധനങ്ങളെ പറ്റി പരിചയപ്പെടാം. ആദ്യം തന്നെ 3 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ചെറിയുള്ളി, പിന്നെ കടുക്, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് കടായി എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എന്തിനാണ് കടായി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വേവിക്കാനാണ്. അപ്പൊ നമുക്ക് വേവിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ട് ഇടാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാമേ. എന്നിട്ട് നമുക്ക് ഇതിലൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഇതാ വെന്തിരിക്കുകയാണ്. നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തു കേട്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് ആറുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാമേ. അപ്പൊ നമ്മുടെ തേങ്ങ നന്നായിട്ട് നമുക്ക് അരങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മള് ബീട്രൂട്ട് ആറിയിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് നല്ലതുപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഫുൾ ഇടാനേ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് നോക്കിയിടാമേ. അപ്പൊ നമുക്ക് അരപ്പിന്റെ പച്ചച്ചവ മാറുന്ന വരെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ അരപ്പ് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഇതിനകത്തോട്ട് നമ്മൾ നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തൈരാണ് ഒഴിക്കാൻ പോകുന്നത്. കുറച്ച് നമുക്ക് തൈര് ഒഴിച്ചെടുക്കാണ്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാണേ. തൈര് നമുക്ക് നല്ലതുപോലെ കുറച്ച് ചൂടാക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ കടുക് താളിക്കാനുള്ളതാണ്. ചെടി കറക്റ്റ് പരുവത്തിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടുക് താളിച്ച് അതിനകത്തോട്ട് ഒഴിക്കാൻ പോകാം.
നമ്മുടെ അടിപൊളി പച്ചടി ഇതാ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. അടിപൊളി ഗൈസ്. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പച്ചടി റെഡി ആയിരിക്കാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അത് മാത്രല്ല, ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കറികൾ നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഹാപ്പി ഓണം ഫ്രണ്ട്സ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.